അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. റംലാസ് കിച്ചണിൽ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നമ്മൾ റെസ്റ്റോറൻറ്റൊക്കെ പോയിട്ട് നമ്മൾ വെള്ളക്കടല മസാല ചോള ഭട്ടൂര എന്നൊക്കെ പറഞ്ഞ് കഴിക്കുന്ന ഭട്ടൂരയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കിയത്. അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയിട്ട് കണ്ടു നോക്കാം. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. വീഡിയോ കാണുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് തരണം, സപ്പോർട്ട് തരണം. അതേപോലെ ഫസ്റ്റിൽ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഫുള്ളായിട്ട് കാണാൻ നോക്കുക. കണ്ടതിന് ശേഷം ലൈക്ക് തരാം. എന്നാൽ ശരി, വീഡിയോ കാണാം. അതിനു വേണ്ടി ഞാൻ 3 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. 3 കപ്പ് മൈദ എടുത്തതിന് ശേഷം പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു പിഞ്ചെന്ന് പറഞ്ഞാൽ 1/4 ടീസ്പൂൺ പോലും ഉണ്ടാവില്ല, അതിനേക്കാൾ കുറവായിട്ട് ഒരു പിഞ്ച് സോഡാപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും ചേർത്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത്, അതേപോലെ തന്നെ 2 ടേബിൾ സ്പൂണോളം ഞാൻ നമ്മളെ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ കൈകൊണ്ട് മിക്സ് ആക്കിയിട്ടെടുക്കണം. നമ്മൾ കൈകൊണ്ട് നല്ലതുപോലെ തന്നെ മിക്സ് ആക്കാൻ വേണ്ടി നോക്കാം. അതിനുശേഷം നമ്മൾക്ക് കുറേശ്ശെയായിട്ട് നമുക്ക് വെള്ളം ചേർത്ത് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. നമ്മളെ മാവെല്ലാം നല്ലതുപോലെ തന്നെ ഞാൻ കുഴച്ച് നല്ലതുപോലെ സോഫ്റ്റ് ആക്കിയിട്ട് ഞാൻ 1 മണിക്കൂറോളം ഞാനിത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഞാനിത് ഉണ്ടാക്കാൻ നോക്കുന്നത്. നമ്മളെ മാവ് എടുത്ത് ഇതേപോലെ ഒരു കൗണ്ടർ ടോപ്പിൽ ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഒന്ന് കുഴച്ച് കൊടുക്കുക. അതിന് ശേഷം 2 ഭാഗമായിട്ട് എടുത്തതിന് ശേഷം നമ്മൾക്ക് ഓരോ ഇതേപോലെ ഉരുളകളാക്കി വെച്ച് കൊടുക്കണം. നമ്മൾ ചപ്പാത്തിനേക്കാളും കുറച്ച് വലുതാക്കിയിട്ട് വേണം ഇതിൻ്റെ ബോൾസ് എടുക്കാൻ വേണ്ടി. അതേപോലെ പൂരിനേക്കാൾ കുറച്ച് വലുതാക്കിയിട്ട് വേണം നമ്മൾ ഭട്ടൂര പരത്തിയെടുക്കാൻ. നമ്മൾ ഭട്ടൂരൊക്കെ നല്ലതുപോലെ കുറച്ച് പരത്തിയതിന് ശേഷം കൈകൊണ്ട് ഇതേപോലെ ലെവലാക്കി കൊടുക്കുക. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും. പൂരിനേക്കാളും കുറച്ച് വലുതായിട്ട് തന്നെയാണ് ഞാൻ പരത്തിയെടുത്തത്. ഇതേ കനത്തിൽ തന്നെയാണ് എടുത്തത്. ഇനി നമുക്ക് ചൂടിലെ എണ്ണയിലേക്ക് ഇതിട്ട് കൊടുക്കാം. നമ്മൾ എപ്പോഴും തന്നെ നമ്മൾ ഭട്ടൂര പൂരി ഇതൊക്കെ ഫ്രൈ ആകുമ്പോൾ ആക്കിയെടുക്കുമ്പോൾ നല്ല ചൂട് വേണം എണ്ണയ്ക്ക്. എന്നാൽ മാത്രമേ ഇത് പെട്ടെന്ന് തന്നെ പൊങ്ങി കിട്ടൂ, അല്ലെങ്കിൽ ഇതിന് എണ്ണ കുടിച്ചു പോവും. ഇതേപോലെ നമ്മൾ ആദ്യം ഇട്ട് കൊടുത്തത് നല്ലതുപോലെ ഞാൻ ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. രണ്ടാമത്തതും കൂടി ഞാൻ ഇതൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ എല്ലാം തീരുന്നത് വരെ ഞാനെല്ലാം തന്നെ ഞാൻ ചുട്ട് എടുത്തിട്ട് വെച്ചിട്ടുണ്ട്. നമ്മളെ ഭട്ടൂരൊക്കെ ഞാനെല്ലാം എടുത്ത് ഞാനൊരു പാത്രത്തിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ഭട്ടൂര ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണം. എന്നാൽ ഇനിയും ഞാൻ ഇതേപോലെയുള്ള നല്ല നല്ല വീഡിയോ ആയിട്ട് തന്നെ നിങ്ങളെ മുമ്പിലേക്ക് തന്നെ വരുന്നതാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇത് നമ്മളെ മസാലക്ക് മറ്റേ വെള്ളക്കടല മസാലക്ക് മാത്രമല്ല, നമ്മൾ ഇറച്ചിക്കറി കുറുമക്കെല്ലാം പറ്റിയതാണ്. എന്നാൽ ശരി, നമുക്ക് വീണ്ടും കാണാം. അസ്സലാമലൈക്കും.